ഇപ്പം KL03 വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ കിണർ ഊരി അടയ്ക്കാൻ കിണർ വൃത്തിയാക്കലാണ് നമുക്ക് കാരണം റിസ്ക് പിടിച്ച പരിപാടിയാണ്. പഴയ കാലത്ത് ഉപയോഗിക്കുന്ന ഒരു കിണറാണ്. അത് കിട്ടാൻ കഴിഞ്ഞിരിക്കുക. എങ്കിലും നമുക്ക് നോക്കാം. 3 വർഷം കൊണ്ടായിട്ട് നമുക്ക് ഇറങ്ങാതിരിക്കുകയാണ്. നമ്മൾ ഇപ്രാവശ്യം നമ്മളത് വൃത്തിയാക്കാൻ കൊണ്ട് ഇറങ്ങുക. അതിന് കാരണം ഉണ്ടായിരുന്നു. നമ്മൾ ഇട്ടേക്കുന്ന മോട്ടർ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഞാൻ കംപ്ലൈന്റ് ആയി കഴിഞ്ഞപ്പോൾ അത് എടുക്കാൻ നോക്കി. കണ്ടത്തിൽ കപ്പ വീഴുന്നതിന് കൂട്ടായിരുന്നു മോട്ടർ വലിച്ച് ഇല്ലെടുത്ത്. അതുകൊണ്ട് അത്രയ്ക്ക് വേസ്റ്റും ഒക്കെ ഉണ്ട്, മണ്ണും ഇലയൊക്കെ വീണ് ഭയങ്കര അഴുത്തട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അത് വൃത്തിയാക്കാൻ കൊണ്ട് ഇറങ്ങുന്നത്. അപ്പം ഇനി ബാക്കി പരിപാടിയിലേക്ക് പോവാം. ചുറ്റക്കോട്ടൊന്നും ആരും ഇങ്ങോട്ട് വരല്ലേ. അവിടെ കറിക്കുള്ള കാര്യങ്ങൾ ചുറ്റിയുടെ മറ്റൊരു പരിപാടി. കാണാമോ? ഈ സൈഡിലെല്ലാം കംപ്ലീറ്റ് പോയിരിക്കും. വെളിയിലൊക്കെ കല്ലിരിക്കുന്നതിന്റെ വായുവിലൊക്കെ ഏതൊക്കെയോ ചെറിയ മണ്ണേറ്റ് പിടിക്കാൻ ഈ മുത്തുമ്പടി രാമ പിന്നീട് വേണ്ട, നമുക്ക് ദൂരം മാറിയുന്നു. എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ കയറ്റി കാണിച്ചു തരാം കേട്ടോ. ഇത് ചേർത്ത് വെച്ചൊന്നും ഇടിക്കുകയും കുടിക്കുകയും ചെയ്യില്ല കേട്ടോ. അതാണ് നോക്കേ കേട്ടോ. ഒരു കപ്പ് അതെടുത്തില്ല. അത് വെച്ച് കഴിഞ്ഞാൽ കല്ലടി താഴ്ന്നു. കല്ലടി അതിന് മേലത്തെ കല്ലല്ലേ അവിടെ ഒന്നും കേട്ടോ. പിന്നെ മതി ഞാൻ കേട്ടോ.
അക്കൗണ്ടിൽ എനിക്ക് പൈസ വെള്ളം അടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. മോശമായില്ല അടിക്കുന്നതിന്റെ താഴത്തെ ഈ കല്ലുണ്ടല്ലോ, ഒരു കല്ല് ഇടിഞ്ഞു കഴിഞ്ഞാൽ കല്ലിടിഞ്ഞാൽ മതി. കിണറിനകത്തെ ഇത്തിരിയും പഴക്കമുള്ള കിണറാണ്. വീണ വേസ്റ്റെല്ലാം നമ്മൾ അത്യാവശ്യം വാരി കളഞ്ഞു. കണ്ടോ വലിയ കല്ല കടന്നു പോകുന്നുണ്ട്. ആ കല്ല കടന്നു വരാൻ കുറഞ്ഞതനുസരിച്ച് ഞാൻ മണ്ണ് വേസ്റ്റ് ജന്തുക്കളൊക്കെ കയറിയിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത്രയും ചെറിയ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഏകദേശം ഇത്രയൊക്കെ ആക്കി. ഇനിയുണ്ട്, ഇനിയും വരാനുണ്ട്. അതിനുള്ള ശക്തിമരുന്നൊക്കെ വന്നു കഴിഞ്ഞു. കംപ്ലീറ്റ് അരിക്കെട്ടും വാരി ഇനി ഇതിൻ്റെ അകത്തെല്ലാം വെള്ളം ഒഴിച്ച് കഴുകണം. വളരെ ചെടിയെല്ലാം ഒഴിച്ച് വിടണം. അങ്ങനെ കംപ്ലീറ്റ് പരിപാടി നമ്മുടെ കഴിഞ്ഞ് വൃത്തിയാക്കി നമുക്കിനകത്ത് നെല്ലിക്കമ്പ് ഇറക്കിയായിരുന്നു. 3 നെല്ലിക്കമ്പിന് ചെറിയ പീസുണ്ട്. ഇറക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ഇനി നമ്മൾ ഫുഡ് കഴിക്കുന്നു, വിളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. എവിടെ ഇറങ്ങിയോ? ആ പിടിച്ചോ, പിടിച്ചോ. പോയി നമ്മുടെ പരിപാടി കഴിഞ്ഞു. വഴി മൊത്തം കുളമായി. നീ കഴിക്കാൻ പാ, കഴിച്ചിട്ടൊക്കെ കുളിക്കല്ലേ. ഇനി ഇത്രയും വൃത്തിയാക്കിട്ട് കരി വാരിയൊക്കെ എന്ത് ഇടാൻ? ചേട്ട കരിച്ചിടാൻ അതിപ്പോഴേ അല്ലല്ലോ. അത് 3 ദിവസം കഴിഞ്ഞിട്ട് ഇട്ടാ പോയി. 2 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇട്ടാ പോയി. 2 ദിവസം കഴിഞ്ഞിട്ട് ഇട്ടാ പോയി. ആദ്യം വെള്ളമാകട്ടെ ചട്ടം കരിയൊക്കെ ഇടാനും. വലിയാന്ന് ചിറ്റപ്പാ, പുകവലി ആരോഗ്യത്തിന് ഹാനികരം. തണ്ടയ്ക്ക് വിളിക്കുന്നു. ഞാൻ തുറന്നില്ല, തള്ളിയിട്ടത്. ഇതല്ല വീടായിരുന്നു. ഞാൻ തള്ളിയിട്ടത്. ഈ മാമനാ തള്ളിയിട്ടെ.
ആ ശാന്തി കഴിഞ്ഞടി. എന്ത് ഇപ്പഴെങ്ങാനും തീരൂ. പപ്പടം പൊള്ളിച്ച് മീൻകറി വെച്ച് ചോറ് വെച്ച് കപ്പ വേവിച്ചത്. കിച്ചൻ്റെ കയറിയിട്ട് ഞാനോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോഴത്തേക്കും ടാറ്റാ ബൈ ബൈ.